അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മക്കയിലെ ഖുറൈശി പ്രമുഖർ തങ്ങളുടെ സമ്പത്തും ശക്തിയും ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും പരാജയപ്പെടുത്താൻ വളരെ നീചമായ കുടില തന്ത്രങ്ങൾ വരെ പ്രയോഗിച്ചു കൊണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാവുമെന്ന മുന്നറിയിപ്പുകളൊന്നും അവർ കണക്കിലെടുത്തില്ല എന്ന് മാത്രമല്ല, തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വിശ്വാസികൾക്കുമെതിരെ എന്തു തന്നെ ചെയ്തിട്ടും അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അക്രമം ചെയ്തുകൊണ്ടിരിക്കും എന്ന വെല്ലുവിളിയോടുകൂടിയുള്ള നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത്. ആ നിലപാടിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള 45, 46, 47 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. അഫ അമിനല്ലദീന മക്കറു സയ്യിആതി, ദുഷിച്ച തന്ത്രങ്ങൾ പയറ്റുന്ന ആളുകൾ നിർഭയരാണോ? അള്ളാഹുവിൻ്റെ ദീനിനെ പരാജയപ്പെടുത്താൻ കുടില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർ പേടിക്കുന്നില്ലേ? അൻ യഖ്സിഫ് അല്ലാഹു ബിഹിമുൽ അർള, അള്ളാഹു അവരെയും കൊണ്ട് ഭൂമിയെ പിളർത്തി അതിൽ ആഴ്ത്തിക്കളയുമെന്ന കാര്യത്തിൽ സത്യവിശ്വാസികളായി എന്നതിൻ്റെ പേരിൽ മാത്രം മുസ്ലിങ്ങളെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും ഇല്ലാതാക്കാമെന്നാണ് ശത്രുക്കൾ കരുതിയത്. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നോട്ടെ, ഞങ്ങൾ മർദ്ദനം നിർത്തുകയില്ല എന്ന ധാർഷ്ട്യമാണ് അവർ വെച്ചു പുലർത്തിയത്. എന്ത് ധൈര്യത്തിലാണ് അവർ ഈ നിലപാട് സ്വീകരിക്കുന്നത്? വലിയ ഭൂമികുലുക്കങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടായി ഭൂമിയിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട് മനുഷ്യരും അവരുടെ താമസ സ്ഥലങ്ങളുമടക്കം ഭൂമിയിലേക്ക് ആണ്ടുപോകുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്നത് പലതും അവർക്ക് സുപരിചിതമാണ്. അത്തരം ഭീകരമായ അവസ്ഥകളെ ഈ ക്രൂരതകളുടെ പേരിൽ തങ്ങൾക്കും നേരിടേണ്ടി വരുമെന്ന് ഇവർ ഭയക്കാത്തതെന്തുകൊണ്ട്? ഔ യഅ്തിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവർക്ക് ശിക്ഷ വന്നണയുമെന്ന കാര്യവും അവർ ഭയക്കാത്തതെന്തുകൊണ്ട്? അവർ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷയിലൂടെ പിടികൂടുമെന്ന് എന്തുകൊണ്ടാണ് അവർ പേടിക്കാത്തത് എന്ന് താക്കീദിന്റെ സ്വരത്തിലാണ് ചോദിക്കുന്നത്. ഔ യൗഖുദഹും ഫീ തഖല്ലുബിഹിം, അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ ശിക്ഷ പിടികൂടുമെന്ന്. ഫമാഹും ബിമുഅ്ജിസീൻ, അപ്പോൾ അവർ തോൽപ്പിക്കുന്നവരുമല്ല. അവർ നാട്ടിൽ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകസ്മികമായി അവരെ ശിക്ഷ പിടികൂടുന്ന പക്ഷം അവർക്ക് ആ ശിക്ഷയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനെ നേരിടാനോ പ്രതിരോധിക്കാനോ കഴിയാതെ അവർ ആ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാവേണ്ടി വരും. ഫീ തഖല്ലുബിഹിം എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാണ്. നാട്ടിലെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കച്ചവട യാത്രകളിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നൊക്കെയാവാം ഉദ്ദേശ്യം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരെ പെട്ടെന്ന് ശിക്ഷ പിടികൂടും എന്ന കാര്യത്തിൽ അവർ ഭയക്കുന്നില്ലേ? ഔ യഖുദഹും അലാ തഖവ്വുഫിൻ, അല്ലെങ്കിൽ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ പിടികൂടുന്നതിനെ കുറിച്ചും അവർ നിർഭയരാണോ? അലാ തഖവ്വുഫിൻ, ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭൂകമ്പം, സുനാമി, കഠിനമായ ചൂടും വരൾച്ചയും മൂലമുണ്ടാവുന്ന നാശങ്ങൾ, ഇതുപോലെയുള്ളതിനെ കുറിച്ചൊക്കെ കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെയും മറ്റും വിവരം ലഭിച്ചുകൊണ്ട് അത് സംഭവിക്കുന്നത് പ്രതീക്ഷിച്ച് ഭയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആ ഭയപ്പെട്ടു നിൽക്കുന്ന ആപത്ത് അവരെ പിടികൂടുന്നതും അവർ പേടിയില്ലാതെ കാത്തു നിൽക്കുകയാണോ? മറ്റൊരർത്ഥത്തിൽ കൂടി അലാ തഖവ്വുഫിൻ എന്ന വാക്യം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ക്ഷാമവും ചുരുങ്ങലും എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കും. അതായത് ഒരു രാജ്യത്ത് എല്ലാം ചുരുങ്ങി വരിക, ജനസംഖ്യ കുറയുക, സമ്പത്ത് കുറയുക, കൃഷി കച്ചവടം പോലുള്ളവയിൽ നിന്നുള്ള വരുമാനങ്ങൾ നിലക്കുക, അങ്ങനെ എല്ലാം കുറഞ്ഞു വന്ന് നാട് നശിക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടങ്ങനെ ആപത്തിനെ ഭയത്തോടെ പ്രതീക്ഷിക്കുകയും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുക എന്ന സാഹചര്യത്തെക്കുറിച്ചും അത് തങ്ങൾക്ക് നേരിടേണ്ടി വരികയില്ലെന്ന് കരുതി അവർ നിർഭയരാണോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ മുന്നറിയിപ്പ് നൽകപ്പെടുന്ന സുനാമി പോലുള്ള ആപത്തുകളിൽ നിന്ന് മനുഷ്യർ ചില രക്ഷാപ്രവർത്തനങ്ങളിലൂടെ രക്ഷപ്പെടുന്ന സാഹചര്യവും ഉണ്ടാവും. അത് മനുഷ്യരുടെ രക്ഷാ കവചത്തിൻ്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ടാണ്. ഫഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ദയയും കാരുണ്യവും ഉള്ളവൻ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവൻ വരാനിരിക്കുന്ന ആപത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്.
അതുകൊണ്ടാണ് നിങ്ങളെ പെട്ടെന്ന് ശിക്ഷിക്കാതെ നന്നാവാനുള്ള കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് ശിക്ഷ നീട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ 3 ആയത്തിലും അള്ളാഹു വിവിധ രൂപത്തിൽ മനുഷ്യനെ പരീക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാം എന്ന് ചില ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും വെല്ലുവിളിച്ച് ഞങ്ങൾ ധിക്കാരം പ്രവർത്തിക്കുക തന്നെ ചെയ്യും, ശിക്ഷ വരുമെങ്കിൽ വരട്ടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരോട് ഈ വക ശിക്ഷകളെയൊന്നും അവർ ഭയക്കുന്നില്ലേ എന്നാണ് ഈ ആയത്തുകളിലൂടെ ചോദിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാവിധ ശിക്ഷകളിൽ നിന്നും കോപത്തിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.